പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിന് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന വഴിയാണെന്നും പദ്ധതിക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ പേരിൽ മണപ്പാട് ഫൗണ്ടേഷൻ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ട് വഴിയും ഫൗണ്ടേഷനിലെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയുമാണെന്ന് വിജിലൻസിന്റെ പരിശോധനയിൽ വ്യക്തമാവുകയുണ്ടായി. ഇതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന് ഒരു പങ്കുമുണ്ടെന്ന് തെളിയിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ 7A വകുപ്പുകളിൽ പറയുന്ന കുറ്റങ്ങളൊന്നും ശ്രീ VD സതീശൻ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ വിജിലൻസ് ആംഗിൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിന്റെ തുടർ നടപടികൾ വേണ്ടെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷകർ കേട്ടത്. മുഖ്യമന്ത്രിക്ക് പുനർജനി കേസിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന്. 2 മാസമേ ആയുള്ളൂ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. അതിനിടയിൽ ഇത്ര പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്തിനാണ്? ഭയപ്പെടുന്നുണ്ട് VD സതീശൻ മുഖ്യമന്ത്രി എന്നതുകൊണ്ട് തന്നെ. നേരത്തെ കേസ് CBIക്ക് വിടാൻ വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. ആ സമയത്ത് VD സതീശനോട് ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്നാണ്. പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിരൽ ചൂണ്ടി നിൽക്കുന്ന VD സതീശനും അതിനിടയിൽ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ, ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരുന്നു. പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി ഇറങ്ങി വരുന്ന വഴിക്ക് പുറത്ത് വെച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടന പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി നിൽക്കുന്ന VD സതീശന്റെ ചിത്രം. പേടിച്ചു പോയിരുന്നു VD സതീശൻ എന്നതിൻ്റെ തെളിവാണ് 2 മാസം കൊണ്ട് തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യാനുള്ള തീരുമാനം. 2018 പ്രളയകാലത്ത് പറവൂർ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ VD സതീശന്റെ മണ്ഡലത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി VD സതീശൻ തന്നെ രൂപീകരിച്ച പദ്ധതിയാണ് പുനർജനി പദ്ധതി. ആ പദ്ധതിക്ക് വേണ്ടി ബർമിംഗ്ഹാമിൽ പോയി പണം നൽകണം പദ്ധതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന VD സതീശന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ ദൃശ്യങ്ങൾ ഉണ്ട്. ആ ദൃശ്യങ്ങൾ വിജിലൻസിന്റെ കയ്യിലുണ്ട്. പക്ഷെ പണം വന്നതിനും പണം ചെലവഴിച്ചതിനും VD സതീശനുമായി ബന്ധമില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. VD സതീശന്റെ അക്കൗണ്ടിലൂടെ പണം വന്നിട്ടില്ല. VD സതീശൻ പണം ചെലവഴിച്ചതിന് രേഖകളില്ല. പണം പിരിച്ചത്, വിദേശത്ത് നിന്ന് പണം പിരിച്ചത് UK മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനമാണ്. പണം വന്നത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. പണം ചെലവഴിച്ചതും മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ്. പണം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഏകദേശം 22,500 പൗണ്ട്സോ മറ്റാണ് വന്നത് എന്നാണ് പുറത്തു വന്ന വിവരം. അത് തെറ്റാണെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. 1,27,00,000 രൂപ ഏകദേശം അത്ര വരും എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം. പണം വന്നിട്ടുണ്ട്. ആ പണം ചെലവഴിക്കപ്പെട്ടിട്ടുമുണ്ട്. വിദേശ പണം വന്നത് FCRA ചട്ടങ്ങളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ടത് വിജിലൻസ് അല്ല, അത് പരിശോധിക്കേണ്ടത് CBI ആണ് എന്നാണ് നേരത്തെ വിജിലൻസ് ശുപാർശ ചെയ്തത്. അത് വീണ്ടും അന്വേഷിപ്പിച്ച് വീണ്ടും ഒരു റിപ്പോർട്ട് വാങ്ങി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ആരാണ് പേടിച്ചു പോയത്? പേടിച്ചു പോയിരുന്നോ VD സതീശൻ? എന്താ സംശയം? VD സതീശൻ പേടിച്ചു പോയിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അതല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് കേസ് തീർക്കണോ? അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ, എൻ്റെ കയ്യിൽ ഒരു കറയുമില്ല എന്ന് VD സതീശന് പറയാമല്ലോ. ഞാൻ പണം വാങ്ങിയിട്ടില്ല, ഞാൻ പണം ചെലവഴിച്ചിട്ടില്ല, FCRA ലംഘനമുണ്ട് എങ്കിൽ പരിശോധിച്ചോ, കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നടപടിയെടുത്തോട്ടെ, CBI അല്ല അതിനേക്കാളും വലിയ ഏജൻസി അന്വേഷിച്ചോട്ടെ എന്നൊക്കെ പറയാലോ VD സതീശന്, മുഖ്യമന്ത്രിക്ക്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചോടിയത്? എന്തുകൊണ്ടാണ് കേസ് ഇത്ര പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ തിടുക്കം കൂട്ടിയത്? ഇതെല്ലാം സംശയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ, ദുരൂഹതകൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൃതിപ്പെട്ട് തിടുക്കപ്പെട്ട് ഇത്തരമൊരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തത്. അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി എടുപ്പിച്ചത്.